ആശുപത്രികളിലും തെരുവുകളിലും ഉപേക്ഷിക്കപ്പെട്ട 1000 അമ്മമാർക്ക് തണലായ ഒരു വനിതയുണ്ട് പാലക്കാട് വടക്കന്തറയിൽ. നഴ്സും ശാന്തിനികേതനം ട്രസ്റ്റ് ഭാരവാഹിയുമായ റസിയ ബാനു. കാണാം റസിയ ബാനുവിന്റെ വിശേഷങ്ങൾ. ഓരോ ജീവനും ഭൂമിയിൽ മുളപൊട്ടുന്നത് ഓരോ നിയോഗവുമായാണ്. പിറന്നു വീഴുന്നിടത്തു നിന്ന് എത്ര കാതങ്ങൾ സഞ്ചരിച്ചാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതെല്ലാം മറികടന്ന ആ നിയോഗം നമ്മൾ ഓരോരുത്തരിലും വന്നെത്തും. പാലക്കാട് ചുണ്ണാമ്പുതറയിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ കഴിയുന്ന ഒരു വീടുണ്ട്, ശാന്തിനികേതനം. ആ വീട്ടിലെ പ്രകാശമാണ് ഈ കാണുന്ന വനിത, പാലക്കാട് വടക്കന്തറ സ്വദേശിനി റസിയ ബാനു. ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു സാധാരണ വനിത. പ്രതിസന്ധികൾ പലതുണ്ടായിട്ടും അതെല്ലാം നിഷ്പ്രഭം മറികടന്ന റസിയ ബാനു വന്നത് ഒരുപക്ഷെ ഈ അമ്മമാർക്ക് തുണയാകാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ചവരെല്ലാം വിദേശത്തേക്ക് നല്ല ജോലി തേടി പോയിരുന്ന കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് തുണയാവണമെന്ന മോഹം റസിയയിൽ ഉയരുമായിരുന്നില്ല. ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഇതാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഇങ്ങോട്ടുള്ള വഴിയാണ്. ഇത്രയും ചെയ്യാൻ കഴിയുമോ തരുന്നത് ഈശ്വരനാണല്ലോ. അപ്പോൾ ഇതെനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയത് ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനെ ഞാൻ കാണുന്നത്. 2006 സുഹൃത്തുക്കളുടെ സഹായത്തോടെ റസിയ ബാനു ശാന്തിനികേതനം ആരംഭിക്കുന്നത്. ആദ്യത്തെ അന്തേവാസിയായി എത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച തങ്കമ്മ. പിന്നീട് തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന നിരവധി അമ്മമാർക്ക് ശാന്തിനികേതനം തണലേകി. ഇടയ്ക്ക് പോലീസുകാരും മറ്റും ചിലരെ റസിയയുടെ അരികിലേക്ക് എത്തിച്ചു. ഈ 18 വർഷവും ഒരു മടുപ്പും റസിയയ്ക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഈശ്വര നിശ്ചയമായി കാണുന്ന അവരുടെ അരികിൽ ഇന്ന് 34 അമ്മമാരുണ്ട്. ശാന്തിനികേതനിൽ എത്തിയിരുന്ന മിക്ക അമ്മമാരും ക്ഷീണിതരായിരുന്നു. ചിട്ടയായ ചികിത്സയോടൊപ്പം റസിയ ബാനുവിന്റെ സാന്ത്വനമാണ് അവരെ എല്ലാവരെയും ഒരുപോലെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. നിങ്ങളിപ്പോൾ എന്നെ ഞാൻ നടന്നത് കണ്ടില്ലേ, ഞാൻ ഒരടി നടക്കാൻ വയ്യാണ്ട് എന്നെ തൂക്കിക്കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാണ് മോള്. ഈശ്വരൻ്റെ അനുഗ്രഹം മോളുടെ പ്രാർത്ഥനയും കൊണ്ട് എൻ്റെ വയറ്റിൽ നിന്ന് വന്ന മോളല്ല, എന്നാലും കൂടി എന്നെ സ്വന്തം അമ്മമാരി എല്ലാം ചെയ്ത് ഇപ്പോഴും ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. പണമോ അംഗീകാരങ്ങളോ ലക്ഷ്യം വെക്കാതെ ഉപേക്ഷിക്കപ്പെട്ടവർ എന്ന മുദ്ര കുത്തിയവരെ ഉറ്റവരായി കാണുന്ന റസിയെ പോലുള്ളവരാണ് ഈ നാട്ടിലെ റിയൽ ഹീറോസ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.